ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ അവന്തികയോട് അർച്ചന പറഞ്ഞു, നിങ്ങളെക്കാളേറെ ഇപ്പോ ധനുഷിന്റെ മനസ്സിൽ സ്നേഹയോടാണ് താല്പര്യം. സ്നേഹയുമായിട്ടുള്ള വിവാഹ നിശ്ചയം നടത്തിയതോടുകൂടി അവന്റെ മനസ്സിൽ മുഴുവൻ ഇപ്പോ സ്നേഹം മാത്രമേ ഉള്ളൂ. നിങ്ങൾ അവനോട് കാണിക്കുന്ന സ്നേഹവും നിങ്ങളുടെ അടുപ്പവും ഒന്നും ഇപ്പോ അവൻ കണക്കിലാക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ അവനിപ്പോ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് സ്നേഹയ്ക്ക് വേണ്ടി അയച്ചത്. എന്തായാലും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. കാരണം നിങ്ങൾ എത്ര സൂക്ഷിച്ചാലും നിങ്ങൾ സൂക്ഷിക്കുന്ന ഒന്നും ഒക്കെ നിങ്ങൾക്ക് തന്നെ വിനയായി വരികയും നിങ്ങൾ സൂക്ഷിക്കുന്നതൊക്കെ അവസാനം നിങ്ങൾക്ക് വിനയാവുകയും ചെയ്യുമല്ലോ. അത് തീർച്ചയാണല്ലോ എന്ന് പറഞ്ഞ് അർച്ചന അവിടെ നിന്ന് പോകുമ്പോൾ അവന്തിക ആകെ തളർന്ന് അവശയായി അങ്ങനെ നിന്നു. പിന്നീട് അർച്ചന അങ്ങനെ ആശങ്കപ്പെട്ട് നിൽക്കുമ്പോൾ സ്നേഹയുടെ റൂമിലേക്ക് അർച്ചന എത്തി. അവന്തികയോട് അങ്ങനെ ഒരു മറുപടി നൽകിയിട്ട് നേരെ സ്നേഹയുടെ റൂമിലേക്ക് എത്തിയ അർച്ചനയും കണ്ടില്ല എന്ന ഭാവത്തിൽ സ്നേഹ അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അർച്ചന വന്ന് പറഞ്ഞു, നീ എന്നോട് എത്ര ദേഷ്യപ്പെട്ടാലും ശരി, എത്ര വെറുപ്പ് കാട്ടിയാലും ശരി, എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുക തന്നെ ചെയ്യും. നിന്റെ ആ ഗിഫ്റ്റ് പൊട്ടിച്ചു നോക്കിയതിൽ യാതൊരു തെറ്റുമില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്ന് പറയുമ്പോൾ സ്നേഹ പറഞ്ഞു, എന്ന് ആരാ പറഞ്ഞത്? മറ്റൊരാൾക്ക് വരുന്ന ഗിഫ്റ്റ് പൊട്ടിച്ചു നോക്കുന്നത് അത് ശരിയായ കാര്യമാണെന്ന് എടുത്തിയോട് ആരാ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ അർച്ചന പറഞ്ഞു, അതെ, നിന്റെ പേരിലാണ് ധനുഷ് നിനക്ക് അങ്ങനെ ഒരു ഗിഫ്റ്റ് അയച്ചതെങ്കിൽ അത് ധനുഷിന് നേരിട്ട് നിനക്ക് തരാമായിരുന്നല്ലോ. എന്തിനാണ് അവൻ ഇങ്ങനെ ഒരു പേരിൽ ഇങ്ങോട്ട് അയച്ചത്? ഇവിടെ തന്നെയല്ലേ അവൻ താമസിക്കുന്നത്. നിനക്കൊരു ഗിഫ്റ്റ് തരണമെന്നുണ്ടെങ്കിൽ അവന് നേരിട്ട് നിന്റെ കയ്യിലേക്ക് തരാമല്ലോ. പിന്നെ ഇതുപോലെ ഇങ്ങനെ ആരും അറിയാതിരിക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒരു പാഴ്സൽ അയച്ച് എല്ലാവരെയും പേടിപ്പിക്കേണ്ട കാര്യം എന്താണ്? നിന്റെ കയ്യിലേക്ക് അങ്ങനെ ഒരു ഗിഫ്റ്റ് അവൻ തരാതെ ഈ രീതിയിൽ ഇങ്ങനെ ഒരു പാഴ്സൽ അയച്ചപ്പോൾ അതിലെന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഞാനത് പൊട്ടിച്ചു നോക്കിയതും. എന്തായാലും നിന്നോട് ഞാൻ പറയുന്നതൊക്കെ നീ ഒരിക്കലും വിശ്വസിക്കില്ല എന്നും എനിക്കറിയാം. ഇപ്പൊ തന്നെ നീ എന്നോട് ദേഷ്യത്തോടെയല്ലേ സംസാരിച്ചത്? ഞാൻ നിന്റെ അടുത്ത് വന്ന് സംസാരിക്കാൻ തുടങ്ങുന്ന കാര്യം എന്താണെന്ന് തന്നെ മുൻകൂട്ടി മനസ്സിലാക്കിയത് പോലെയാണല്ലോ നിന്റെ പെരുമാറ്റങ്ങളും ഒക്കെ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, നീ എത്ര ആവർത്തിച്ച് പറഞ്ഞാലും ധനുഷ് എന്ന് പറയുന്നവന്റെ യഥാർത്ഥ മുഖം എന്താന്ന് നീ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല മോളെ. അതുകൊണ്ട് തന്നെ ധനുഷ് നിന്നോട് കാണിക്കുന്നതൊക്കെ വെറും വഞ്ചനയും വെറും അഭിനയവുമാണെന്നുള്ള കാര്യം ഉടനെ തന്നെ വൈകാതെ നീ മനസ്സിലാക്കും എന്ന് പറഞ്ഞപ്പോൾ സ്നേഹ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, അതെ, വീട്ടുകാരുടെ തെറ്റിദ്ധാരണയ്ക്ക് മുന്നിൽ വഴങ്ങുന്ന ഒരു സാധാരണ പെൺകുട്ടിയല്ല ഞാൻ. അതുകൊണ്ട് ഞാൻ സ്നേഹിക്കുന്ന ആളെ അങ്ങനെ ഞാൻ തള്ളി പറയുകയുമില്ല. ധനുഷ് എന്നോട് യാതൊരു എതിർപ്പും കാട്ടുന്നില്ല. യാതൊരു രീതിയിലും എന്നോട് മോശമായി പെരുമാറുകയോ ധനുഷിന്റെ ഭാവത്തിൽ നിന്ന് അങ്ങനെ ഒരു പ്രവൃത്തി എവിടെയെങ്കിലും ഉണ്ടായതായിട്ടോ എനിക്കറിയില്ല. അവന്റെ സ്വഭാവത്തിൽ യാതൊരു പ്രത്യേക കുഴപ്പവും ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല. പിന്നെ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അർച്ചന പറഞ്ഞു, സ്നേഹേ, നീ എന്നോട് ഈ വീട്ടിലേക്ക് ഞാൻ കടന്നു വന്ന അന്ന് നീ എന്നോട് പറഞ്ഞ ചില കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. നീ എൻ്റെ അരികിൽ വന്ന് പലപ്പോഴായി നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അമ്മയുണ്ടായിരുന്നെങ്കിൽ എന്നെ പോലെ അമ്മയെ സ്നേഹിക്കുമായിരുന്നു എന്ന്. നിനക്ക് നഷ്ടമായ അമ്മയുടെ സ്ഥാനത്താണ് നീ എന്നെ കാണുന്നതെന്ന്. അതിനുശേഷം പിന്നീട് മുമ്പ് എപ്പോഴോ നീ എന്നോട് പറഞ്ഞു, നിനക്ക് ഇതുപോലൊരു കൂട്ടുകാരിയെ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരിയെ പോലെ നിന്നെ ഞാൻ കരുതിക്കോളാൻ. അതെല്ലാം ഞാൻ എന്നെ മനസ്സിൽ തന്നെ ഉൾക്കൊള്ളുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ നിന്നെ കാണുകയും സ്നേഹിക്കുകയും ചെയ്തുകൊണ്ട് തന്നെയാണ് മോളെ ഇപ്പോൾ നിന്നോട് ഇക്കാര്യം പറയുന്നത്. നിന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണ് ഇക്കാര്യത്തിൽ ഇവിടെയുള്ളവരെല്ലാം ഇങ്ങനെ ഒരു നിർബന്ധം പിടിക്കുകയും നിന്നെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. നിന്റെ ജീവിതം തകർന്നു പോകുന്നത് കണ്ടു നിൽക്കാൻ ഇവിടെയുള്ളവർക്ക് ആർക്കും കഴിയില്ല. അതുകൊണ്ട് തന്നെ നിന്നെ സ്നേഹിക്കുന്നവരുടെ വാക്കുകൾ തള്ളിപ്പറഞ്ഞ് നീ മറ്റു കുട്ടികളെ പോലെ, സാധാരണയായിട്ടുള്ള പെൺകുട്ടികൾ ചെയ്യാറുള്ളത് പോലെ വീട്ടുകാരുടെ തെറ്റിദ്ധാരണയ്ക്ക് എതിർത്തുകൊണ്ട് ഈ വീട്ടുകാരുടെ തെറ്റിദ്ധാരണകൾ അതെല്ലാം നീ ഒരിക്കലും ശരിവെക്കാതെ നിന്റെ സ്വന്തം ഇഷ്ടത്തിന് എടുത്തു ചാടി സാധാരണ പെൺകുട്ടികൾക്ക് അവരുടെ ജീവിതം നശിച്ചു പോയതുപോലെ നിന്റെ ജീവിതം നശിച്ചു പോകുന്നത് കാണാൻ എനിക്ക് കഴിയുമില്ല. അതുകൊണ്ടാണ് നിന്നോട് ഇക്കാര്യം ഞാൻ പറയാൻ വന്നത്. മോളെ, ഒന്ന് മാത്രമേ എനിക്ക് നിന്നോട് പറയുവാനുള്ളൂ. നീ പറഞ്ഞല്ലോ, വീട്ടുകാരുടെ തെറ്റിദ്ധാരണയിൽ സ്നേഹിക്കുന്ന ആളെ തള്ളി പറയുന്ന ഒരു പെൺകുട്ടിയല്ല നീ എന്ന്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കട്ടെ മോളെ. അങ്ങനെ വീട്ടുകാരുടെ തെറ്റിദ്ധാരണകൾ, അതും ഇത്രത്തോളം സ്വന്തം മക്കളെ സ്നേഹിക്കുന്ന വീട്ടുകാരുടെ ആ തെറ്റിദ്ധാരണകൾ പലപ്പോഴും സത്യമായി തീരുകയാണ് ചെയ്യാറുള്ളത്. ഇവിടെയും അതിൽ യാതൊരു വ്യത്യാസവും സംഭവിക്കില്ല. അതിന്റെ കാരണം എന്താണെന്ന് ഇപ്പം നിനക്ക് മനസ്സിലായില്ലെങ്കിലും 2 ദിവസത്തിനുള്ളിൽ നീ അത് തിരിച്ചറിയും മോളെ. ഇപ്പോൾ ഞാൻ നിന്നോട് ഇക്കാര്യം പറയാൻ കൂടിയാ വന്നത് എന്ന് പറഞ്ഞു അവിടെ സ്നേഹയുടെ ആ ബെഡിലിരുന്ന ആ ഗിഫ്റ്റ് അർച്ചന കയ്യിലെടുത്തു. നിന്റെ പേരിൽ വന്ന ഈ ഗിഫ്റ്റ് അത് അവന്തികേടത്തിയുടെ കയ്യിൽ നിന്ന് ഞാൻ നിന്റെ കയ്യിലേക്ക് തന്നു വിടിയിപ്പിച്ചത് വേറൊന്നും കൊണ്ടല്ല.
നിന്റെ കയ്യിൽ നിന്ന് ഈ ഗിഫ്റ്റ് പിടിച്ചു വാങ്ങി നിന്റെ കർണത്തൊരു തല്ലും തന്ന് ഈ ഗിഫ്റ്റ് തിരിച്ചെടുക്കാൻ എനിക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. പക്ഷേ നീ എന്നെപ്പോലെ തന്നെ മറ്റൊരു ഏട്ടത്തിയുടെ മുന്നിൽ നീ നാണം കെട്ട് പോകുന്നത് കാണാനുള്ള മനസ്സ് എനിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇത് നീ എടുത്തുകൊണ്ട് പോന്നപ്പോൾ ഞാൻ സമ്മതിച്ചത്. എന്തായാലും ഇനി ഈ ഗിഫ്റ്റ് നിന്റെ കയ്യിലിരിക്കണ്ട. ഇത് ഞാൻ വെച്ചോളാം. ഇതിൽ അവൻ എഴുതി പിടിപ്പിച്ചിട്ടുണ്ടല്ലോ, വീട്ടുകാരുടെ വാക്കുകൾ കേട്ട് അവനെ ഉപേക്ഷിക്കാൻ തയ്യാറാകരുതെന്നും ഇനി അഥവാ വീട്ടുകാർ പോലും എതിർപ്പ് കാട്ടിയാൽ എവിടെയെങ്കിലും ഒളിച്ചോടി പോയി വിവാഹം കഴിക്കാമെന്നും മറ്റെവിടെയെങ്കിലും ജീവിക്കാമെന്നും ഒക്കെ അവൻ അതിൽ എഴുതിയിട്ടുണ്ട് എന്നെനിക്കറിയാം. പക്ഷെ മോളെ, ഒരു കാര്യം നീ മനസ്സിലാക്കണം. നിന്നെ സ്നേഹിക്കുന്നവർ ഒരിക്കലും നിന്റെ ജീവിതം തകർന്നു പോകാൻ ആഗ്രഹിക്കില്ല എന്നുള്ള സത്യം നീ ഒന്ന് തിരിച്ചറിഞ്ഞാൽ കൊള്ളാം. എന്തായാലും ഈ ഗിഫ്റ്റ് എൻ്റെ കയ്യിലിരിക്കട്ടെ. നീ പറഞ്ഞതുപോലെ ഈ 10 ദിവസത്തിനുള്ളിൽ നടക്കാൻ പോകുന്ന നിന്റെ ഈ വിവാഹം അത് മംഗളകരമായി നടന്നു കഴിഞ്ഞാൽ, നീ സന്തോഷകരമായി ജീവിച്ചാൽ, അന്ന് ഞാൻ ഈ ഗിഫ്റ്റ് നിന്റെ കൈകളിൽ ഏൽപ്പിക്കും. നീ കാണാൻ ആഗ്രഹിച്ച അതേ രീതിയിൽ തന്നെ ഈ ഗിഫ്റ്റ് ഞാൻ നിന്റെ കൈകളിൽ ഏൽപ്പിക്കും. അതല്ല എങ്കിൽ മറ്റൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നതെങ്കിൽ അന്ന് എൻ്റെ മോൾക്ക് സത്യങ്ങൾ തിരിച്ചറിയും. ഇന്ന് ഈ ലോകത്ത് ജീവനോടെ മോളുടെ അമ്മയുണ്ടായിരുന്നെങ്കിൽ ആ അമ്മ പറയുന്നതായിട്ട് നീ കരുതിയാൽ മതി. ഒരു എഴുത്തിയുടെ സ്ഥാനത്ത് നിന്നല്ല, നിനക്ക് നഷ്ടമായ ആ അമ്മയുടെ സ്ഥാനത്ത് നിന്നും നീ പ്രതീക്ഷിച്ചതുപോലെയുള്ള നിന്നെ സ്നേഹിക്കുന്ന, നിന്റെ തെറ്റുകളും ശരികളും ചൂണ്ടിക്കാട്ടുന്ന, തെറ്റായ വഴിയിൽ പോകുമ്പോൾ അതിൽ നിന്ന് നിന്നെ വ്യതിചലിപ്പിച്ച് നേർവഴി കാട്ടിത്തരുന്ന ഒരു നല്ല സുഹൃത്തിൻ്റെയും സ്ഥാനത്ത് നിന്ന് നിന്റെ അമ്മ പറയുന്നത് പോലെ തന്നെ കരുതിയാൽ മതി എന്ന് പറഞ്ഞ് അർച്ചന വിഷമത്തോടെ അവിടെ നിന്ന് പോകുമ്പോൾ അർച്ചനയുടെ വാക്കുകളിൽ ചിലതും സ്നേഹയുടെ മനസ്സിൽ തറച്ചു. പിന്നീട് കാണുന്നത് വൈകിട്ട് സ്നേഹ തൻ്റെ റൂമിലേക്ക് എത്തുമ്പോൾ ബെഡിൽ കിടന്ന് ഫോൺ റിങ് ചെയ്യുന്നത് കണ്ടു. ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അതിൽ ധനുഷാണെന്ന് കണ്ടതോടെ അല്പനേരം ആലോചിച്ചിട്ട് സ്നേഹ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ, എന്താണോ ഇങ്ങോട്ട് വിളിക്കാനൊരു താമസം വന്നത്? ഇങ്ങോട്ട് താൻ ആ ഗിഫ്റ്റ് വായിച്ചതിന് ശേഷം എന്നെ വിളിക്കുമെന്നാണ് ഞാൻ കരുതിയത്. എന്നിട്ട് ഇത്രയും നേരമായിട്ടും തൻ്റെ വിളിയൊന്നും കാണാഞ്ഞത് കൊണ്ടാണ് ഞാൻ തന്നെ വിളിച്ചത്. എന്താടോ, തനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഞാൻ അയച്ചതെന്ന ഗിഫ്റ്റ് എന്ന് ചോദിച്ചപ്പോൾ, എന്താ താൻ നോക്കിയില്ലേ, അതിന് തനിക്ക് ഇഷ്ടമായില്ലേ എന്നൊക്കെ ധനുഷ് ചോദിക്കുമ്പോൾ അത് കേട്ട് എന്നാ സ്നേഹ പറഞ്ഞു, ആ ഗിഫ്റ്റൊക്കെ കിട്ടി. അത് കിട്ടേണ്ടവരുടെ കയ്യിൽ കിട്ടിയതിന് ശേഷമാണ് എൻ്റെ കയ്യിൽ കിട്ടിയത്. അത് കേട്ടതും ധനുഷാകെ സംശയത്തിലായി. അത് ഞാൻ തുറന്നു പോലും നോക്കിയില്ല. അത് കേട്ടതും ധനുഷ് ചോദിച്ചു, അപ്പോൾ തൻ്റെ കയ്യിലല്ലേ അത് കൊണ്ട് തന്നത് എന്ന് ചോദിച്ചതും, അല്ല, അത് അർച്ചനയുടെ കയ്യിലാണ് കിട്ടിയത്. അത് കേട്ടതും ധനുഷാകെ ഞെട്ടി. അതിനുശേഷം സ്നേഹ പറഞ്ഞു, അർച്ചനയുടെ കയ്യിൽ നിന്ന് പിന്നീട് അത് അവന്തികേടത്തിയുടെ കയ്യിലേക്കും കിട്ടി. അവന്തികേടത്തിയാണ് അത് പൊട്ടിച്ച് നോക്കിയത് എന്ന് പറഞ്ഞു. എല്ലാം കേട്ട് അവരെല്ലാവരും നോക്കിയതിന് ശേഷമാണ് അത് എൻ്റെ കൈകളിലെത്തിയത്. അതുകൊണ്ട് ഞാനത് നോക്കിയത് പോലുമില്ല എന്ന് പറഞ്ഞു. അതുമാത്രമല്ല, അതിപ്പോൾ അർച്ചനയെടുത്തി വന്ന് എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. ധനുഷേ, എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് തരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നേരിട്ട് എൻ്റെ കയ്യിലേക്ക് തന്നാൽ പോരെ. ഇങ്ങനെ ഈ ഒരു വളച്ച് കളിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് ചോദിച്ചിട്ടും ധനുഷ് ആകെ നാണം കിട്ടു. തൻ്റെ ആ ഗിഫ്റ്റ് അർച്ചനയുടെയും മമതിയുടെയും കയ്യിൽ എത്തിയോ എന്ന് കേട്ടതോടെ ധനുഷ് തൻ്റെ പദ്ധതി പാളിപ്പോയതിൻ്റെ നിരാശയിൽ ആകെ വിഷമത്തോടെ നിന്നു. അപ്പോഴേക്കും ധനുഷിനോട് സ്നേഹ പറഞ്ഞു, പിന്നെ എന്നോട് അർച്ചനയുടെ ആ ഗിഫ്റ്റ് വാങ്ങിച്ചുകൊണ്ട് പോയപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞു. 2 ദിവസത്തിനുള്ളിൽ ധനുഷിൻ്റെ ആത്മാർത്ഥതയും ധനുഷിൻ്റെ യഥാർത്ഥ സ്നേഹവും എനിക്ക് തിരിച്ചറിയാൻ കഴിയുമെന്ന്, 2 ദിവസത്തിനുള്ളിൽ അത് തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ് പറഞ്ഞത്. അല്ല, എന്താ ധനുഷ് ഈ 2 ദിവസത്തിന്റെ കാര്യം? ധനുഷ് എന്തെങ്കിലും അറിയോ എന്ന് ചോദിച്ചിട്ടും ധനുഷ് പെട്ടെന്ന് അർച്ചന തനിക്ക് താക്കീത് തന്നത് ഓർമ്മിച്ചു. 2 ദിവസത്തിനുള്ളിൽ താൻ ഈ നാട് വിട്ട് പോയിരിക്കണമെന്നുള്ള അർച്ചനയുടെ ആ ഭീഷണി ധനുഷ് ഓർത്തുകൊണ്ട് ആകെ ടെൻഷനോടെ ഫോൺ കട്ട് ചെയ്തു. സ്നേഹ വീണ്ടും സംസാരിച്ചിട്ടും അതിന് മറുപടിയൊന്നും നൽകാതെ ധനുഷ് ഫോൺ കട്ട് ചെയ്ത് കളയുമ്പോൾ സ്നേഹ ആകെ സംശയത്തിലായി. തനിക്ക് ചെറിയ തലവേദനയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ധനുഷ് ഫോൺ വെച്ചിട്ടും സ്നേഹ തന്നോട് എടുത്തി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു. അപ്പോഴാണ് റൂമിലിരുന്ന അവന്തിക ആ ലെറ്ററിലുണ്ടായിരുന്ന ധനുഷിന്റെ വാക്കുകളെക്കുറിച്ച് ഓർമ്മിച്ചത്. ധനുഷ് മനഃപൂർവ്വം തന്നെ ചതിക്കുകയാണോ, സത്യങ്ങളെല്ലാം തന്നിൽ നിന്ന് മറച്ചു വെച്ച് അവൻ തന്നെ ചതിക്കുകയാണോ എന്നായിരുന്നു ധനുഷിനെ കുറിച്ചുള്ള അവന്തികയുടെ ചിന്ത. അപ്പോഴേക്കും ധനുഷ് ആ നിമിഷം ഓർത്തു, ഇനി അവന്തിക എന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകുമോ? അവളെല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അവളോടുള്ളതിനേക്കാളേറെ സ്നേഹം എനിക്ക് സ്നേഹയോടാണുള്ളത് എന്നുള്ള കാര്യം അവൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകുമോ എന്ന് ധനുഷ് ചിന്തിച്ചു. അപ്പോഴേക്കും അവന്തിക ആലോചിച്ചു, എന്തായാലും ഞാൻ അവനെതിരെ നിൽക്കുകയാണെന്ന് ഒരിക്കലും അവന് തോന്നരുത്. സ്നേഹയുമായിട്ടുള്ള വിവാഹത്തിന് എൻ്റെ ഫുൾ സപ്പോർട്ടും ഉണ്ടെന്ന് അവനെ വിശ്വസിപ്പിക്കണം. അല്ല എങ്കിൽ ആ അജയന്റെ കൊലപാതക കേസ് അവൻ എൻ്റെ തലയിലിട്ട് തരും. അവസാനം ഞാൻ 1-ാം പ്രതിയായി ജയിലിൽ കിടക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും. അതിനു മുൻപ്
അവൻ പറഞ്ഞതുപോലെ അവൻ്റെ ഒപ്പം ഞാൻ നിൽക്കുന്നു എന്നൊരു തോന്നൽ അവൻ ഉണ്ടാക്കി കൊടുക്കുക, അതാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ ധനുഷും അതിനെക്കുറിച്ച് അവന്തികയുടെ മുന്നിൽ താൻ ഇനി എങ്ങനെ അവന്തിയെ ഫേസ് ചെയ്യുമെന്നതിനെക്കുറിച്ച് തലകുഞ്ഞ് ആലോചിക്കുമ്പോൾ ധനുഷിൻ്റെ ഫോണിലേക്ക് അവന്തിക വിളിച്ചു. അവന്തിയുടെ അപ്രതീക്ഷിതമായ കോള് കണ്ട് ഇനി തന്നെ ചോദ്യം ചെയ്യാനോ ഇന്നത്തെ ആ ഗിഫ്റ്റിനെ കുറിച്ച് സംസാരിക്കാനോ ആയിരിക്കുമോ അവന്തിയെ വിളിച്ചത് എന്നോർത്ത് ധനുഷ് ആകെ ടെൻഷനിലായി. എന്തായാലും എടുത്തേക്കാമെന്ന് തീരുമാനിച്ച് കോൾ അറ്റൻഡ് ചെയ്യുന്നു ധനുഷ്. അപ്പോഴേക്കും അവന്തിക പറഞ്ഞു, ധനുഷ് ഇന്ന് സ്നേഹയുമായിട്ടുള്ള വിവാഹകാര്യത്തിൽ കുറഞ്ഞൊരു തീരുമാനമെടുക്കണമെന്ന് പറഞ്ഞിട്ട് നീ പിന്നെ വിളിച്ചൊന്നുമില്ലല്ലോ. എന്തായാലും ഞാനൊരു പ്ലാൻ റെഡിയാക്കിയിട്ടുണ്ട്, അതിനെക്കുറിച്ച് നാളെ പുറത്തു വെച്ച് നമുക്കൊന്ന് കണ്ട് സംസാരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവന്തിക കോള് കട്ട് ചെയ്തിട്ട് വീട്ടിൽ കിടന്നു. പിന്നീട് കാണുന്നത് അവിടുത്തെ ഗാർഡനിലെത്തിയ സച്ചിയും അർച്ചനയും സ്നേഹയുടെ തീരുമാനത്തിൽ സ്നേഹ ഉറച്ചു നിൽക്കുന്നതിനെ കുറിച്ച് ആശങ്കയോടെ പറയുന്നു. ഇനിയും 9 ദിവസം കൂടി കഴിഞ്ഞാൽ ധനുഷിന്റെയും സ്നേഹയുടെയും വിവാഹം നടക്കും. അതുമാത്രമല്ല, അർച്ചന താൻ പറഞ്ഞതുപോലെ ആ 2 ദിവസത്തെ കാലാവധി വെച്ചൊന്നും ധനുഷ് ഇവിടെ നിന്ന് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. താൻ അങ്ങനെ ഒരു ഭീഷണി അല്ലെങ്കിൽ അങ്ങനെ ഒരു കാലാവധി കൊടുത്തിട്ടും അതിന്റെ യാതൊരു കൂസലുമില്ലാതെയാണ് അവൻ ഇവിടെ ഓരോന്നും കാണിച്ചു കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ അവനെ യഥാർത്ഥ പ്രതിയാണെന്നുള്ള കാര്യം അത് ACP സാറിനെ വിളിച്ച് അറിയിക്കുന്നതല്ലേ നല്ലത് എന്ന് അർച്ചനയോട് സച്ചി ചോദിച്ചു. അത് കേട്ടതും അർച്ചന പറഞ്ഞു, സച്ചിയേട്ടാ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷേ ഒരു പ്രശ്നമുണ്ട് സച്ചിയേട്ടാ, നമ്മളെല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ തയ്യാറാകുമ്പോൾ ACP സാറ് ഇവിടെ വന്ന് ധനുഷിനെ അറസ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ഒരു കുറ്റമല്ല, ധനുഷ് ചെയ്ത മറ്റു പല കുറ്റങ്ങളും അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും വെളിപ്പെടുത്തേണ്ടി വരും എനിക്ക്. അതും സച്ചിയേട്ടനോട് പോലും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത ചില കാര്യങ്ങൾ. അക്കാര്യങ്ങൾ സച്ചിയേട്ടനോട് പറഞ്ഞാൽ സച്ചിയേട്ടനോട് മാത്രമല്ല ഈ കുടുംബത്തുള്ളവർക്ക് പോലും അത് താങ്ങാൻ കഴിയുന്ന കാര്യമല്ല. ഒരിക്കലും സച്ചിയേട്ടന് ഉൾക്കൊള്ളാനാകാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ, ധനുഷിനെ പറ്റിയുള്ള അത്തരം കാര്യങ്ങൾ പുറത്തു വന്നു കഴിയുമ്പോൾ ഈ വീട്ടിലുള്ളവരുടെ അവസ്ഥ എന്താന്ന് വെച്ചാൽ അച്ഛനും സ്നേഹയുമൊക്കെ അതോടൊപ്പം തന്നെ നന്ദേട്ടനുമൊക്കെ ആ ധനുഷ് എന്ന് പറയുന്നവനെ അമിതമായി വിശ്വസിച്ചിരിക്കുകയാണ്. അവരുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകാൻ പോകുന്ന ആഘാതം അതൊന്നും ചില്ലറയായിരിക്കില്ല സച്ചേട്ടാ. അതുകൊണ്ട് തന്നെ ACP സാറിനെ ഡയറക്റ്റ് വിവരം അറിയിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്രത്തോളം നല്ലതായിരിക്കില്ല നമ്മുടെ കുടുംബത്തിന് എന്ന് പറഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു, പിന്നെ എന്താണ് ഒരു പോംവഴി? ഈ വിവാഹം നടക്കാതിരിക്കാൻ, ആ ധനുഷിന്റെ പിടിയിൽ നമ്മുടെ കുടുംബം അകപ്പെട്ടു പോവാതിരിക്കാൻ തൻ്റെ ഐഡിയയിൽ എന്തെങ്കിലും ഒരു ആശയം ഉരുത്തിരിഞ്ഞു വരുന്നുണ്ടോ? എങ്ങനെ ഈ കുടുംബത്തെ രക്ഷിക്കും? എത്രയും വേഗം ഈ വിവാഹം നടത്തുക എന്ന ലക്ഷ്യത്തിലേക്കാണ് അവൻ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് സച്ചി പറയുമ്പോൾ അർച്ചന പറഞ്ഞു, സച്ചിയുടെ 10 ദിവസത്തിനുള്ളിൽ വിവാഹം നടത്തണം എന്നല്ലേ നമ്മളോട് ജ്യോത്സ്യം പറഞ്ഞിരിക്കുന്നത്, പ്രത്യേകിച്ച് അച്ഛനോട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആ ദിവസങ്ങൾക്കുള്ളിൽ വിവാഹം നടക്കില്ലെന്നും അതിന് ചില ദോഷങ്ങളുണ്ടെന്നും കൂടി പറഞ്ഞാലോ എന്ന് ചോദിച്ചപ്പോൾ സച്ചി പറഞ്ഞു, നമ്മൾ അങ്ങനെ പറഞ്ഞാലൊന്നും അച്ഛൻ ഒരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അർച്ചന പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ അച്ഛൻ വിശ്വസിക്കുന്ന ഒരാളെ കൊണ്ട് വേണം പറയിക്കാൻ. ഈ വിവാഹം നടത്തുന്ന കാര്യം ജ്യോത്സ്യനല്ലേ പറഞ്ഞത്. അപ്പോൾ ആ ജ്യോത്സ്യനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം 10 ദിവസത്തിനുള്ളിൽ വിവാഹം നടത്താമെന്ന് പറഞ്ഞ ആ വാക്ക് അദ്ദേഹം അതിനുള്ളിൽ നടത്തി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ദോഷങ്ങളുണ്ടെന്ന് അദ്ദേഹം കൊണ്ട് പറയിച്ചാലോ? അദ്ദേഹം പറഞ്ഞു കഴിയുമ്പോൾ അച്ഛൻ അത് വിശ്വസിക്കും. മാത്രമല്ല, അദ്ദേഹം നോക്കിയിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു 10 ദിവസത്തെ കാലാവധി പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് ഒന്നുകൂടി വിശദമായി നോക്കിയപ്പോഴാണ് ചില പ്രശ്നങ്ങൾ താൻ കണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞാൽ മതിയല്ലോ, അതാകുമ്പോൾ അച്ഛൻ അത് വിശ്വസിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ സച്ചി ചോദിച്ചു, ഇനിയിപ്പോൾ അദ്ദേഹം നമ്മൾ പറയുന്ന പോലെ നമുക്കൊപ്പം നിൽക്കുവോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെ ഒരു നുണ പറയാൻ അദ്ദേഹം തയ്യാറാകുമോ എന്ന് ചോദിച്ചപ്പോൾ അർച്ചന പറഞ്ഞു, സച്ചിയേട്ടാ ഒരു നല്ല കാര്യത്തിനല്ലേ, അദ്ദേഹവും സത്യത്തിനൊപ്പം നിൽക്കുന്ന ആളല്ലേ. അതുകൊണ്ട് തന്നെ ധനുഷിന്റെ സ്വഭാവത്തെക്കുറിച്ചും ധനുഷിനെ കുറിച്ചും പറഞ്ഞു കഴിയുമ്പോൾ അദ്ദേഹം തീർച്ചയായും നമുക്കൊപ്പം നിൽക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും നാളെ തന്നെ നമുക്ക് അദ്ദേഹത്തെ കൊണ്ടൊന്ന് സംസാരിക്കാമെന്ന് അർച്ചന സച്ചിയെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അങ്ങനെ സച്ചിയും അർച്ചനയും തമ്മിലുള്ള സംഭാഷണം അപ്പുറത്ത് നിന്ന് ധനുഷ് കേൾക്കുന്നു. പിറ്റേന്ന് ധനുഷും അവന്തികയും പുറത്തു വെച്ച് കണ്ടുമുട്ടി. ധനുഷ് അരികിലേക്ക് എത്തിയിട്ട് അവന്തികയോട് ചോദിച്ചു, അവന്തികെ നീ ഒന്ന് പറ, എന്ത് പദ്ധതിയാ നിന്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞിരിക്കുന്നതെന്ന് അതൊന്ന് വ്യക്തമായിട്ടൊന്ന് പറയുവോ എന്ന് ചോദിച്ചതും അവന്തിക പറഞ്ഞു, പറയാം, ഞാൻ അതിനു വേണ്ടി അതിൻ്റെ അടുത്തേക്ക് വന്നത്. ഇപ്പോൾ നമ്മുടെ ഭാഗ്യത്തിന് ആ ആതിര ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അതുകൊണ്ട് തന്നെ കുറച്ചാളുകളെ നമുക്ക് അവിടെ നിർത്താം. പക്ഷേ ബാക്കിയുള്ളവരെയൊക്കെ ഒന്ന് അനങ്ങാൻ പോലും കഴിയാത്ത വിധത്തിൽ നമ്മൾ ബ്ലോക്ക് ചെയ്യണം. അതാണ് വേണ്ടത്. 2 ദിവസത്തിനുള്ളിൽ വിവാഹം നടക്കണമെങ്കിൽ അത് മാത്രമുള്ള പോംവഴി എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ആലോചിച്ചിട്ട് ധനുഷ് ചോദിച്ചു, നമുക്കൊരു കാര്യം ചെയ്താലോ, എല്ലാവരെയും അങ്ങ് ഒന്നിച്ച് തട്ടിക്കൊണ്ടു പോയാലോ എന്ന് ചോദിച്ചു. അത് കേട്ടതും ഉടനെ അവന്തിക പറഞ്ഞു, അത് കൊള്ളാം. എന്നിട്ട് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അവരെ എല്ലാവരെയും തുറന്നു വിടാം അല്ലേ? അങ്ങനെയാണോ നീ പറയുന്നത്? പക്ഷേ അങ്ങനെയാണെങ്കിലേ വിവാഹം കഴിഞ്ഞ് അവരെല്ലാവരും തുറന്നു വിട്ട് കഴിയുമ്പോഴേ ആദ്യം വന്ന് സച്ചിയും സന്ദീപും ആദ്യം വന്ന്
തല കൊയ്യാൻ പോകുന്നത് അവരുടെ പെങ്ങളുടെ ഭർത്താവിന്റെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞതും ധനുഷാകെ ഞെട്ടി നിന്നു. പിന്നെ നീ എന്താ പറയുന്നത്? നീ എന്നെ കളിയാക്കുവാണെന്ന് ചോദിച്ചതും അവന്തിക പറഞ്ഞു, അതെ അതല്ല, ഞാനൊരു കാര്യം പറയാനാണ് വന്നത്. ഇങ്ങനെ ഒരു കാര്യം നടപ്പിലാക്കിയാൽ അതൊരിക്കലും നടക്കില്ല. കാരണം ഇപ്പം അർച്ചന സ്നേഹയോട് ചില തീരുമാനങ്ങൾ, ചില കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയെന്നല്ലേ പറഞ്ഞത്. സ്നേഹ അത് വിശ്വസിക്കില്ല. പക്ഷേ അർച്ചനയെ പോലെയല്ല സന്ദീപും സച്ചിയും കൂടി സ്നേഹയോട് സംസാരിച്ചാൽ അവർ സ്വന്തം ആങ്ങളമാരാണ്. അവർ അവസാന നിമിഷം അവർ രണ്ടുപേരും ഒരു അവസാന നീക്കമെന്നോണം മുന്നിട്ട് വന്ന് അവർ വന്ന് ഇക്കാര്യം സംസാരിച്ചു കഴിഞ്ഞാൽ, നിന്നെക്കുറിച്ചുള്ള സംസാരം പറഞ്ഞാൽ, ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് പിന്മാറാൻ പറഞ്ഞാൽ, ഇങ്ങനെ ഒരു വിവാഹം വേണ്ട എന്ന് പറഞ്ഞാൽ, പിന്നെ തൻ്റെ പെങ്ങൾക്ക് വേണ്ടി അവരതിനു വേണ്ടി മുൻകൈ എടുത്താൽ ചിലപ്പോൾ സ്നേഹ അവളുടെ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയേക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാനാണ് ഇനി നമ്മൾ നോക്കേണ്ടത്. അതിന് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നീ പറഞ്ഞതുപോലെ അവരെ എല്ലാവരെയും തട്ടിക്കൊണ്ടു പോകാൻ പറ്റത്തില്ല. പക്ഷെ അതിൽ ഒരാളെ നമുക്ക് തട്ടിക്കൊണ്ടു പോകാം. ബാക്കിയുള്ളവരെയൊക്കെ, വൃന്ദാവനത്തിലുള്ളവരെയും സന്ദീപിനെയും ഒക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ തന്നെ ബ്ലോക്ക് ചെയ്ത് വെക്കണം. അതിനുവേണ്ട നീക്കങ്ങളാണ് നടത്തേണ്ടത്. എന്തായാലും നമ്മുടെ ഭാഗ്യത്തിന് ആതിര ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയല്ലോ. ആദ്യം സന്ദീപും മീരയും അനൂപും ആ ഹോസ്പിറ്റലിൽ തന്നെ തങ്ങുന്നതിന് വേണ്ടി, അവിടെ തന്നെ നിൽക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് ഇനി നമ്മൾ നടത്തേണ്ടത്. അങ്ങനെ ഓരോരുത്തരെയും ഓരോ സ്ഥലത്തായിട്ട് ബ്ലോക്ക് ചെയ്യുന്നതിനുള്ള പദ്ധതിയാണ് ഇനി നമ്മൾ നടപ്പിലാക്കേണ്ടെന്ന് അവന്തിക സന്ദീപിനോട് അടുത്ത് നിന്ന് ധനുഷിനോട് പറയുന്നു. അത് കേട്ടതും ധനുഷ് അത് ശരിയായ തീരുമാനമാണ് എന്ന് അംഗീകരിച്ചു. പിന്നീട് സ്നേഹയുടെ ഈ വിവാഹത്തെക്കുറിച്ച് ഒരു തീരുമാനത്തിലെത്തിയതുകൊണ്ട് എത്രയും പെട്ടെന്ന് സ്നേഹയുടെ വിവാഹം നടക്കാതിരിക്കുന്നതിന് വേണ്ടി ഉള്ള നീക്കം അർച്ചനയും സച്ചിയും കൂടി നാളെ രാവിലെ തന്നെ ആ ജ്യോത്സ്യനെ കണ്ട് സംസാരിക്കാമെന്ന് തീരുമാനിച്ചു. പിറ്റേന്ന് രാവിലെ നെല്ലിശ്ശേരിയിൽ നിന്ന് അർച്ചനയും സച്ചിയും കൂടി ആ ജ്യോത്സ്യനെ കാണാനായി പുറപ്പെട്ടു. ജ്യോത്സ്യന്റെ അരികിലേക്ക് എത്തി അർച്ചനയും സച്ചിയും അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നു. അച്ഛനും നന്ദേട്ടനും കണ്ടെത്തിയിരിക്കുന്ന ധനുഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ സ്വഭാവം അത്ര നല്ലതായിരുന്നില്ല തിരുമേനി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പല കാര്യങ്ങളും, അയാളുമായി സംബന്ധിക്കുന്ന പല പ്രശ്നങ്ങളും ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അയാൾ പല കേസിലെയും പ്രതിയുമാണ്. എന്നാൽ ഈ സത്യങ്ങളും അച്ഛനോട് തുറന്നു പറയാൻ കഴിയുന്ന അവസ്ഥയിലല്ല. അച്ഛൻ അതറിഞ്ഞാൽ വല്ലാത്ത ടെൻഷനിലാവും. അതുകൊണ്ട് ഈ വിവാഹം മുടക്കാനായിട്ട് മറ്റൊരു പോംവഴിയുമില്ല തിരുമേനി. അതുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർന്നു പോകാതിരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ട് ഞങ്ങൾ പറയുന്നത് കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഒരു സഹായം തിരുമേനി ചെയ്യണം. ഈ വിവാഹം 10 ദിവസത്തിനുള്ളിൽ നടക്കണമെന്ന് അവിടുന്ന് പറഞ്ഞതുപോലെ അച്ഛനയോട് ഈ കാര്യം കൂടി ഒന്ന് അറിയിക്കണം. പിന്നീട് വിശദമായ ഒരു പ്രവചനം അല്ലെങ്കിൽ വിശദമായി ഒന്ന് നോക്കിയതിനു ശേഷം അങ്ങ് കണ്ടെത്തിയ ചില പ്രശ്നങ്ങളാണെന്നും ഈ വിവാഹം ഉടനെ നടത്തുന്നത് ശരിയല്ല എന്നുമുള്ള ഒരു തീരുമാനം അച്ഛനെ അങ്ങ് തന്നെ വിളിച്ചറിയിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ വിവാഹം നീട്ടിവെക്കാൻ അച്ഛൻ തയ്യാറാവുകയുള്ളൂ. ആ സാവകാശത്തിനുള്ളിൽ ധനുഷിനെ പിടികൂടാനുള്ള, പോലീസ് പിടികൂടുന്നതിന് വേണ്ടിയുള്ള എല്ലാ നീക്കങ്ങളും ഞങ്ങൾ നടത്തുകയും ചെയ്തോളാം തിരുമേനി എന്ന് സച്ചിയും അർച്ചനയും കൂടി ജ്യോത്സ്യനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. എല്ലാം കേട്ട് കഴിയുമ്പോഴേക്കും അവർ പറഞ്ഞതെല്ലാം സത്യസന്ധമായിട്ടുള്ള കാര്യമാണെന്നും ഒരു പെൺകുട്ടിയുടെ ജീവിതമായതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയുടെ ജീവിതം തകർന്നു പോകുന്നതിന് താൻ ഒരു കാരണവശാലും ഉത്തരവാദിയാവുകയില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറഞ്ഞതിലുള്ള സത്യാവസ്ഥയും അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശ ലക്ഷ്യവും മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം ഞാൻ വേണമെങ്കിൽ അദ്ദേഹത്തോടൊന്ന് പറയാം, ശ്രീമാധവനോട് ഒന്ന് സംസാരിക്കാമെന്ന് അദ്ദേഹം സമ്മതിച്ചു. അപ്പോഴാണ് ആതിരയെ ഏതു വിധേനയും ഹോസ്പിറ്റലിൽ വെച്ച് ആതിരയെ അവിടെ തന്നെ പ്രസവത്തിന് അനുബന്ധിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നോണം ആതിരയ്ക്ക് കൂടുതൽ കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ അവന്തിക നടപ്പിലാക്കുന്നത്. ആ ഹോസ്പിറ്റലിൽ തനിക്ക് പരിചയമുള്ള ഒരു നേഴ്സിനെ അവന്തിക പണം കൊടുത്ത് സ്വാധീനിക്കുന്നു. അവരിലൂടെ ആതിരയ്ക്ക് കൊടുക്കുവാനുള്ള മെഡിസിൻ മാറ്റുകയും ആതിര ആ മെഡിസിൻ കുടിക്കുന്നതോടെ കൂടുതൽ അപകട നിലയിലേക്ക് ആതിരയുടെ ശരീരവും വഴുതി മാറുന്ന കാഴ്ച കണ്ട് ആ ഒരു ടെൻഷനോടെ സന്ദീപും അനൂപേട്ടനും മീരയുടെ ടീം അർച്ചനയുമെല്ലാം ആശങ്കയോടെ ഹോസ്പിറ്റലിലേക്ക് വന്നെത്തുകയും ആതിരയുടെ ഇപ്പോഴത്തെ ഹെൽത്ത് കണ്ടീഷൻ വളരെ വീക്കാണെന്നുള്ള വിവരം ഡോക്ടർ അവരെ അറിയിക്കുന്നതോടെ മനസ്സ് തകർന്ന വൃന്ദാവനത്തിലുള്ളവരും സന്ദീപും അർച്ചനയും സച്ചിയും ഒക്കെ ആകെ സങ്കടത്തോടെ ആതിരയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ കൂടുതൽ അറിയുവാനും ആതിരയ്ക്ക് ഒരു കുഴപ്പവും ഇല്ല എന്ന് ഡോക്ടർ പറയുന്നതിന് വേണ്ടി പ്രാർത്ഥനയോടെയും അവർ കാത്തു നിൽക്കുന്നു.